ഹലോ ഗൈസ്, കൊമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ. നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ബിസിനസ്സിന് വേണമെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും അതിനെ അഫക്റ്റ് ചെയ്യുന്നത്? ഒന്നാമതായി, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഫണ്ട്സ് സച്ച് എസ് ഡിബെഞ്ചേഴ്സ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഫിക്സഡ് കോസ്റ്റ് വരുന്ന ഫണ്ട്സ്, അതായത് ഡിബെഞ്ചർ, പ്രിഫറൻസ് ഷെയറൊക്കെ ഉപയോഗിക്കുന്നതാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. കമ്പനീസ് പോളിസി റിഗാർഡിംഗ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഇൻഫ്ലുവൻസസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഈ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റിയെ സംബന്ധിച്ച കമ്പനിയുടെ പോളിസി കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഉറപ്പായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പം കമ്പനി ട്രേഡിംഗ് ഓൺ തിൻ ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു പോളിസിയാണ് ഫോളോ ചെയ്തിരിക്കുന്നതെന്ന് വെക്കുക. ആ പോളിസി പ്രകാരം ഇക്വിറ്റി ക്യാപിറ്റൽ കുറവായിരിക്കും, ഈ ഒരു ഫിക്സഡ് കോസ്റ്റ് വരുന്നത്, നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട ഡിബെഞ്ചറും പ്രിഫറൻസ് ഷെയർസും ഒക്കെ ആയിരിക്കും കൂടുതൽ. സോ ട്രേഡിംഗ് ഓൺ തിൻ ഇക്വിറ്റിയാണ് കമ്പനി ഫോളോ ചെയ്യുന്നതെങ്കിൽ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതലും ഡെപ്റ്റ് ക്യാപിറ്റലായിരിക്കും. ഇനി ട്രേഡിംഗ് ഓൺ തിക്ക് ഇക്വിറ്റി ആണെങ്കിലോ ഇക്വിറ്റി ക്യാപിറ്റലായിരിക്കും കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതൽ. സോ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റിയെ സംബന്ധിച്ച കമ്പനി പോളിസീസ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഒരു ഫാക്ടറാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ആ ഒരു ക്യാപിറ്റൽ റേസ് ചെയ്യാനുണ്ടാകുന്ന ചിലവ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് റിസ്ക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ കമ്പനിക്ക് ലോൺ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം എല്ലാ മാസവും ഇൻട്രസ്റ്റ് വരുമെന്ന്. പക്ഷേ നമ്മൾ ആ കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചാൽ എല്ലാ മാസവും ഡിവിഡൻഡ് വരുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയാണ് കൂടി നിൽക്കുന്നത്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റാണ് കുറഞ്ഞു നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് കമ്പനിയുടെ ആ ഒരു പോളിസീനെ കമ്പനി എത്രത്തോളം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മുടക്കാൻ റെഡിയാണ്. ഓക്കെ, എവിടെ വെച്ചാൽ കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സോൾവൻസി അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ മിനിമം ആക്കാമെന്ന്. ഇപ്പം ഇക്വിറ്റി ക്യാപിറ്റലിന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലാണെന്ന് പറഞ്ഞ് നമുക്ക് മുഴുവൻ കടം വാങ്ങാൻ പറ്റത്തില്ല. കമ്പനി അവസാനം കടബാധ്യതയിലോട്ടും പാപ്പരത്വത്തിലോട്ടും ഒക്കെ പോകും. സോ സോൾവൻസി അഫക്റ്റ് ചെയ്യാതെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറച്ചുകൊണ്ട് വരേണ്ടത് കമ്പനിയുടെ ഉത്തരവാദിത്വമാണ്. സോ ആ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന ഫാക്ടറും ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നെക്സ്റ്റാണ് ഫ്ലെക്സിബിലിറ്റി. കമ്പനിയുടെ ഫ്ലെക്സിബിലിറ്റി, ഓരോരോ സോഴ്സിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യും. ദ കമ്പനി ഷുഡ് ഹാവ് ഫ്ലെക്സിബിലിറ്റി ടു ഇഷ്യൂ ഫർദർ ഷെയർസ്, റിഡീം പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് വെൻ എവർ റിക്വയർഡ്. കമ്പനിക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പോൾ കമ്പനിക്ക് ഇക്വിറ്റി ഷെയർ റേസ് ചെയ്യാനായിട്ട് എത്ര വേണേൽ റേസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ കമ്പനി ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്ത ആൾക്കാർ വാങ്ങില്ലെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യും? സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റി കൂടും. ഇനി നേരെ തിരിച്ച് കമ്പനിയുടെ ഇക്വിറ്റി വാങ്ങാൻ ആളില്ല, കമ്പനി ഒരു ലോണിന് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഡെപ്റ്റ് ക്യാപിറ്റൽ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടും. സോ ഫ്ലെക്സിബിലിറ്റിയും ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നെക്സ്റ്റാണ് ഡിസയർ ഫോർ കൺട്രോൾ. കൺട്രോളിന് വേണ്ടിയുള്ള ഡിസയർ. ഓൾറെഡി ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, ഇക്വിറ്റി ക്യാപിറ്റൽ ഒരുപാട് റേസ് ചെയ്ത കമ്പനിയുടെ ആ ഒരു കൺട്രോൾ ഡൈല്യൂട്ട് ചെയ്യും. ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് വന്നു കഴിയുമ്പം എല്ലാവരിലോട്ടും ആ ഒരു കൺട്രോൾ ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും. സോ അതിന് താല്പര്യമില്ലാതെ മെയിനായിട്ട് കുറച്ച് ഓണേഴ്സ് മാത്രം മതി എന്നുള്ളതാണ് കമ്പനിയുടെ പോളിസി എങ്കിൽ കമ്പനി എന്ത് ചെയ്യും? പിന്നെ അധികം ഇക്വിറ്റി ഒന്നും ഇഷ്യൂ ചെയ്യില്ല, കൂടുതൽ ഡെപ്റ്റേ ഇഷ്യൂ ചെയ്യുള്ളൂ. സോ കമ്പനിയുടെ ഡിസയർ ഫോർ കൺട്രോൾ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ്, നേച്ചർ ഓഫ് ബിസിനസ്. കമ്പനിയുടെ നേച്ചർ ഓഫ് ബിസിനസ് അനുസരിച്ച് ക്യാപിറ്റൽ സ്ട്രക്ചർ മാറും. ഇഫ് ദ ഫേം ഈസ് എൻഗേജ്ഡ് ഇൻ എ ബിസിനസ് ആക്ടിവിറ്റി ഇൻ വിച്ച് സെയിൽസ് ആർ സബ്ജക്റ്റ് ടു വൈഡ് ഫ്ലക്ച്വേഷൻസ്, ഒരുപാട് ഫ്ലക്ച്വേഷൻ വരുന്ന സെയിലൊക്കെയുള്ള പ്രൊഡക്ട്സാണ് കമ്പനി ഡീൽ ചെയ്യുന്നതെങ്കിൽ ഡെപ്റ്റ് ക്യാപിറ്റൽ കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയുള്ള കമ്പനികളിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഒരു മേജർ പോർഷനും ഇക്വിറ്റി ക്യാപിറ്റലായിരിക്കും. നെക്സ്റ്റാണ് ക്യാഷ് ഫ്ലോസ്. ഡെയിലി എക്സ്പെൻസ് നടത്താനുള്ള ക്യാഷിൻ്റെ അവൈലബിലിറ്റി. ഇപ്പം നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൊക്കെ ഡെപ്റ്റിന് കുറവാണെന്ന് പറഞ്ഞാലും നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് എല്ലാ മാസവും ഇൻട്രസ്റ്റ് അടയ്ക്കണം. സോ ക്യാഷ് ഫ്ലോ കുറവാണെങ്കിൽ നമുക്ക് അങ്ങനെ കറക്റ്റ് ടൈമിൽ ആ ഒരു ഇൻട്രസ്റ്റ് അടയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ പറ്റാതെ വന്നാൽ ആ ഇൻട്രസ്റ്റിന്മേൽ വീണ്ടും ഇൻട്രസ്റ്റ് വരും. അങ്ങനെ നമ്മുടെ ഡെപ്റ്റിൻ്റെ എമൗണ്ട് കൂടി വരും. സോ ക്യാഷ് ഫ്ലോസിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് വേണം എന്തേരം ഇക്വിറ്റി വേണം, എന്തേരം ഡെപ്റ്റ് വേണം എന്നൊക്കെ ഫിക്സ് ചെയ്യാൻ. നെക്സ്റ്റ്, സൈസ് ഓഫ് ബിസിനസ്.
If the size of business is small, equity financing is suitable. If the size of business is big, they can easily handle debt financing. സൈസ് കുറവാണെങ്കിൽ ഇക്വിറ്റിയും, കൂടുതലാണെങ്കിൽ ഡെപ്റ്റും. സൈസ് കുറഞ്ഞ ബിസിനസ് ഒരുപാട് ഡെപ്റ്റ് റേസ് ചെയ്താൽ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അവർക്ക് അധികം ആളുകളുടെ അടുത്തുനിന്ന് ഈ ഒരു എമൗണ്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ്മെൻ്റൊക്കെ വന്നേ പെട്ടെന്ന് അടയ്ക്കേണ്ട വന്നാൽ അവർക്കത് കളക്ട് ചെയ്യാനായിട്ട്, അവർക്കത് അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ വരും. അങ്ങനെ കമ്പനി അടച്ചു പൂട്ടേണ്ട ഒരു അവസ്ഥയിലോട്ടൊക്കെ വരും. പക്ഷേ ബിഗ് ബിസിനസ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് ആസ്തിയുണ്ട്, ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. സോ അവർക്ക് ഈസിലി ഡെപ്റ്റ് ഫിനാൻസിങ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് പർപ്പസ് ഓഫ് ഫിനാൻസിങ്. ഇപ്പം കമ്പനി പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു പർപ്പസിലായിട്ട്, അതായത് ഉടനെ തന്നെ റിട്ടേൺ കിട്ടും എന്നുള്ള ഒരു കാര്യത്തിനായിട്ട് കമ്പനിക്ക് കാശ് വേണ്ടതെങ്കിൽ നമുക്ക് ഡെപ്റ്റ് അതിന് യൂസ് ചെയ്യാം. കാരണം ഡെപ്റ്റിൽ ആ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആ ഒരു ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിനൊക്കെയുള്ള കാശ് പ്രൊഡക്റ്റീവ് പർപ്പസിലോട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. സോ പ്രൊഡക്റ്റീവ് പർപ്പസിനാണെങ്കിൽ ഡെപ്റ്റ് ക്യാപിറ്റലാണ് സ്യൂട്ടബിൾ. നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ അതൊരിക്കലും നമുക്ക് റിട്ടേൺ തരില്ല. സോ അപ്പം നമ്മൾ റിട്ടേൺ തരാത്ത ഒരു കാര്യത്തിന് നമ്മൾ റിട്ടേൺ, അതായത് ഫിക്സഡ് പേയ്മെൻറ്റ് വരുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് പാടില്ല. റിട്ടേൺ തരാത്ത സാധനങ്ങളാണെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ആക്ടിവിറ്റി നടത്താൻ. നെക്സ്റ്റ് പീരീഡ് ഓഫ് ഫിനാൻസിങ്. ഇപ്പോൾ ഒരു മീഡിയം ലോ ടൈം പീരീഡിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഡെപ്റ്റ് ഫിനാൻസിങ് യൂസ് ചെയ്യാം. പക്ഷേ വെരി ലോങ് ടൈം പീരീഡിലോട്ട് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുവാണെങ്കിൽ ഇക്വിറ്റി ഫിനാൻസിങ് ആയിരിക്കും സ്യൂട്ടബിൾ. പിന്നെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ്. നമ്മളുടെ ബിസിനസ് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നോക്കണം. ആ സമയത്ത് ചില സമയത്ത് മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സിന് ഡെപ്റ്റ് ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും ഇൻട്രസ്റ്റ്, ചില സമയത്ത് ഇക്വിറ്റി ക്യാപിറ്റലിൽ. സോ ആ ടൈമിലെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് വേണം കമ്പനി ആ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഫിക്സ് ചെയ്യാനായിട്ട്. നെക്സ്റ്റാണ് ഗവൺമെൻറ് പോളിസി. ഗവൺമെൻറ് പോളിസീസ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. കമ്പനീസ് ആക്ട് 2013 പ്രകാരം കമ്പനീസിന് ഡിസ്കൗണ്ടിൽ ഷെയർ ഇഷ്യൂ ചെയ്തത്, അങ്ങനെ ഓരോ സമയത്തും നിയമങ്ങൾ കാണും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങളും കൂടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കും. നെക്സ്റ്റ് ഒരു ഫാക്ടറാണ് ടാക്സ്. വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. ഇപ്പം ഡെപ്റ്റ് ക്യാപിറ്റലാണെങ്കിൽ നമുക്ക് കമ്പനിക്ക് ടാക്സ് സേവിങ്സ് ഒക്കെ കിട്ടും. ആ ഒരു ഇൻട്രസ്റ്റൊക്കെ ടാക്സിന് സേവ് ചെയ്യാൻ പറ്റും. ഡിവിഡൻ്റ് ആണെങ്കിൽ അതിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും ആ ഒരു പ്രോഫിറ്റിലും. അതായത് നമ്മൾക്ക് ടോട്ടൽ ഒരു 1 lakh പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കമ്പനി ആ ഒരു 1 lakhനും ടാക്സ് കൊടുക്കണമല്ലോ. അതിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ്, ഡെപ്റ്റിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് കുറച്ചിട്ട് മിച്ചമുള്ള എമൗണ്ടിന് കമ്പനി ടാക്സ് കൊടുത്താൽ മതിയാവും. സോ ടാക്സ് കുറയ്ക്കുക എന്നുള്ളത് കമ്പനിയുടെ പർപ്പസ് ആണെങ്കിൽ ഡെപ്റ്റ് ക്യാപിറ്റലായിരിക്കും ആ ഒരു കമ്പനി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. അതായത് കോസ്റ്റ് ഇൻകോർഡ് ഇൻ ഇഷ്യൂയിങ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യാനുള്ള ആ പ്രോസ്പെക്ടസ് ഇറക്കി അല്ലെങ്കിൽ ബ്രോക്കേഴ്സിന് കമ്മീഷനൊക്കെ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സെക്യൂരിറ്റി, ഷെയറിൻ്റെ കേസിൽ സെക്യൂരിറ്റി, അല്ലെങ്കിൽ ലോണിൻ്റെ കേസാണെങ്കിൽ ആ ലോൺ എടുക്കാനുള്ള ആ ക്യാപിറ്റൽ നമ്മളിലോട്ട് എത്താനുള്ള ആ ഒരു ചിലവാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഇക്വിറ്റി ക്യാപിറ്റലിന് കൂടുതലാണ്. എന്നാൽ റീറ്റെയിൻഡ് ഏർണിങ്സ് ആകുമ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നും വരുന്നേ ഇല്ല. സോ ഈ ഒരു ഫ്ലോട്ടേഷൻ കോസ്റ്റും ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കും. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒരുപാടാണെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ പ്രൊപ്പോർഷൻ പൊതുവേ കുറവായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.